എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് ഞാൻ UAE-യിലുള്ള ഷാർജയിലെ ചർച്ച് സ്ട്രീറ്റ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. അതിമനോഹരമായ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഷാർജയിലെ ചർച്ച് സ്ട്രീറ്റ്. അൽ യാർമുഖ് എന്ന പ്രദേശത്താണ് ഈ ദേവാലയങ്ങൾ നിലകൊള്ളുന്നത്. ഇന്നിവിടെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഷാർജയിലെ റഷ്യൻ ചർച്ച്, അതായത് സെൻറ്റ് ഫിലിപ്പ് ദ അപ്പസ്തോലിക് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. അറേബ്യൻ പെനിൻസുലയിലെ ഏക ക്രിസ്തീയ ഓർത്തഡോക്സ് ചർച്ചാണ് ഇത്. 2005 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധനാലയം നിർമ്മിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. 2007 മെയ് മാസത്തിൽ ഇതിന് അനുമതി ലഭിച്ചു. ഷാർജ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഡോക്ടർ സുൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഷാർജയിലെ അൽ യർമുഖ് പ്രദേശത്ത് ഇതിനായി സ്ഥലം അനുവദിച്ചു. 2008 സെപ്റ്റംബർ 11 മെത്രാപ്പൊലീത്ത കിറിലിൻ്റെ കാർമ്മികത്വത്തിൽ പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം നടന്നു. 2011 ഓഗസ്റ്റ് 13 ഈ പള്ളി ഔദ്യോഗികമായി തുറന്നത്. ഇത് UAE-യിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. റഷ്യയിലെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ഒരു പള്ളിയുടെ മാതൃകയിലാണ് ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ശില്പി യൂറി കിർസ് എന്ന വ്യക്തിയാണ്. ആരാധനാലയത്തിന് പുറമെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങൾക്കായി 3 നിലകളുള്ള ഒരു കെട്ടിടം കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പരമ്പരാഗത റഷ്യൻ ശൈലിയിലുള്ള 5 താഴികക്കുടങ്ങളാണ് പള്ളിയുടെ പ്രധാന ആകർഷണം. ഇവ തിളങ്ങുന്ന നീല നിറത്തിലും അതിനു മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള കുരിശുകളും സ്ഥാപിച്ചിരിക്കുന്നു. ഈ പള്ളിയുടെ പുറം ഭാഗം ഇളം നീലയും സ്വർണവും വെള്ളയും ഇടകലർന്ന മനോഹരമായ നിറങ്ങളിലാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ കാലാവസ്ഥയിലും റഷ്യൻ പള്ളികളുടെ തനത് ശൈലി ഇത് പ്രതിഫലിക്കുന്നു. പള്ളിയുടെ തറയുടെ രൂപകൽപ്പന റഷ്യൻ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ഉയർന്ന നിലവാരമുള്ള മാർബിളുകളും ഗ്രാനൈറ്റും ഉപയോഗിച്ചാണ് തറ ഒരുക്കിയിരിക്കുന്നത്. മൊസൈക്ക് പാറ്റേൺ തറയിൽ അതിമനോഹരമായ ജാമിതീയ രൂപങ്ങളും പുഷ്പാലങ്കാരങ്ങളും കാണാൻ കഴിയും. സ്വർണ്ണ നിറത്തിലുള്ള വർണ്ണപ്പൊലിമയും വെളുപ്പ്, നീല, കറുപ്പ് തുടങ്ങി നിറങ്ങളിലുള്ള മാർബിളുകളും ചേർത്താണ് തറയുടെ ഭംഗി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ കട്ടിയുള്ള പരവതാനികളും വിരിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉൾവശം മനോഹരമായ പെയിൻറ്റിങ്ങുകളാലും സ്വർണത്തിൽ തീർത്ത വിശുദ്ധരുടെ ചിത്രങ്ങളാലും അലങ്കൃതമാണ്. അൾത്താരെയും ആരാധനാലയത്തെയും വേർതിരിക്കുന്ന തടി കൊണ്ടുണ്ടാക്കിയ വലിയ സ്ക്രീനാണ് ഐക്കണോസ്റ്റാറ്റിസ്. ഇത് റഷ്യൻ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ചിത്രങ്ങൾ പതിപ്പിച്ച് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. സഭയുടെ മേൽക്കൂരയുടെ മധ്യഭാഗത്ത് വലിയ താഴികക്കുടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. പ്രധാന ചിത്രത്തിന് ചുറ്റുമായി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ അപ്പസ്തോലന്മാരുടെ ചിത്രങ്ങളും വരച്ച് ചേർത്തിരിക്കുന്നു.
പരമ്പരാഗത റഷ്യൻ പള്ളികളെപ്പോലെ തന്നെ ഇളം നീലയും സ്വർണവും നിറഞ്ഞ സീലിംഗ് ആണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സ്വർഗീയ പ്രകാശത്തെയും ദൈവിക മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. മനോഹരമായ നീല താഴികക്കുടങ്ങൾക്ക് പേരുകെട്ട ഈ പള്ളിയോട് ചേർന്ന് പൂന്തോട്ടങ്ങളുണ്ട്. ചുവന്ന റോസാപ്പൂക്കൾ, ചുവന്ന ചെമ്പരത്തി, ചുവന്ന ഡാലിയ, പിച്ചിപ്പൂക്കൾ എന്നീ ചുവന്ന പൂക്കളാൽ പള്ളി അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഗായക സംഘത്തിന് പാടാനും പ്രാർത്ഥനകൾ വീക്ഷിക്കാനും പ്രധാന പ്രാർത്ഥനാ ഹാളിലെ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാനും പള്ളിയുടെ ഉൾഭാഗത്ത് മുകൾ നിലയിലായി ഒരു ബാൽക്കണി ഗാലറി ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമായി ഇവിടെ മെഴുകുതിരികൾ കത്തിക്കുന്നത് ഒരു പ്രധാന ആചാരമാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥന, പ്രകാശം, സമർപ്പണം എന്നിവയാണ് മെഴുകുതിരികൾ സൂചിപ്പിക്കുന്നത്. പള്ളിയുടെ ഉള്ളിൽ മെഴുകുതിരികൾ വയ്ക്കാനായി 2 പ്രധാന സ്റ്റാൻഡുകൾ കാണാം. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ ആരോഗ്യത്തിനും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിക്കുവാനുള്ള ഒരു സ്ഥലം. 2, മൺപറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം. അങ്ങനെ 2 സ്ഥലങ്ങൾ. അതിമനോഹരമായ മെഴുകുതിരി സ്റ്റാൻഡുകളാണ് ഇവ. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ത്രിമാന രൂപങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളിക്കുള്ളിൽ പ്രാർത്ഥനയ്ക്കായി വലിയ കുരിശുരൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ അൾത്താരയോട് ചേർന്ന് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്ന തടി കൊണ്ടുണ്ടാക്കിയ രൂപം കാണാം. കഷ്ടാനുഭവത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ രൂപം ഇവിടെ ആരാധിക്കുന്നത്. എല്ലാവർക്കും ഉദ്ധിതനായ ഈശോയുടെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.